ഗൈസ്, എൻജോയ് ആണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ഒരു അയൺ സെറ്റായി, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു, പക്ഷെ അത് ഡിലീറ്റ് ആയി പോയി. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എപ്പിസോഡ് നിർത്താൻ നേരത്ത് അതിൻ്റെ വീഡിയോ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടി അതിനകത്ത് നമ്മളൊരു അയൺ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം ഊരി വെച്ച് ഫ്രഷ് ആയിട്ട് പിന്നെയും കേവിലേക്ക് പോയി പിന്നെയും ഒരു അയൺ സെറ്റായി. കണ്ടാൽ മനസ്സിലാവും, പിന്നെ ഒരു അയൺ സെറ്റായി, അതിൻ്റെയും വീഡിയോ പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് നമ്മൾ അയൺ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ പ്ലാനൊന്ന് മാറ്റി പിടിച്ചു. അയൺ സെറ്റ് ആവണം, ഒരു ഫാം ഉണ്ടാക്കണമെന്നായിരുന്നു എപ്പിസോഡിലെ പ്ലാൻ. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അയൺ സെറ്റായി. നമുക്കിനി ഒരു വില്ലേജ് കണ്ടുപിടിക്കണം നമ്മളിപ്പോഴത്തെ പ്ലാൻ. അതുകൊണ്ട് നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കാം. കുറേ നോക്കിയായിരുന്നു, ആ ഡയറക്ഷനിലേക്ക് പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇവിടെയും കൂടി ഒന്ന് തപ്പണം. നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്കൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നല്ല വില്ലേജാണ് തോന്നുന്നു. പകുതിയൊക്കെ മേളിലാണ്. പകുതി വില്ലേജിൻ്റെ മേളിലാണ്, കുറച്ചൊക്കെ താഴെയുണ്ട്. ആകെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വില്ലേജാണെന്ന് തോന്നുന്നു. സോ അതിൽ നമുക്ക് കയറി നോക്കാം. ഹലോ, സുഖല്ലേ? എന്ത് ട്രേഡാണ്? 15 ചാറ് കോളിന് ഒരു. നമുക്ക് ഇവിടുന്ന് രണ്ടെണ്ണത്തിന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്താ ഉള്ളേ? ഓ, പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട്. ബ്രെഡും ഇരിക്കട്ടെ, ആപ്പിളും ഇരിക്കട്ടെ. ഉള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും ഇല്ല. എന്തുണ്ടാവും? ഓ, ഇത് പൊട്ടറ്റോ ആപ്പിളൊക്കെ തന്നെ. ഈ പൊട്ടറ്റോ ഒക്കെ നമുക്ക് നടാം ഗൈസ്. ഇതൊക്കെ നമുക്ക് നടാം. ഈ എപ്പിസോഡിൽ നമ്മൾ നടും. അയൺ ഗോളം. ഹലോ സാർ, സുഖല്ലേ? വരണില്ലല്ലോ വേൻ. അയ്യോ, ആ പെട്ടെന്ന് വാ. ഒന്നും വരണില്ല. എടാ മണ്ട, പിന്നെ അടിക്കാൻ പറ്റും നമ്മളെ? അങ്ങനെ പോയി നമ്മൾ അയ്യങ്കുളത്തിനെ കൊന്നുണ്ട്. ഇത്ര എളുപ്പമായിരുന്നില്ല അയ്യങ്കോളം. ഈസി ആയിട്ട് അയ്യങ്കോളത്തിനെ കൊന്നുണ്ട്. ഇവിടെയുള്ള അയ്യോ ശേ, ആ വില്ലേജറിനെ തട്ടിയിട്ടതാ. ഇവിടെയുള്ള ഹേവേലൊക്കെ എടുക്കാം. എന്നിട്ട് അവന്മാർക്ക് തന്നെ ട്രേഡ് ചെയ്ത് നമുക്ക് എമറാൾഡ് ഉണ്ടാക്കണം. നമുക്ക് ഇവിടുത്തെ വീറ്റ് എടുത്തോണ്ട് പോകാം. എന്നാലേ നമുക്ക് ഇവിടുത്തെ വീറ്റ് സീഡ് കിട്ടിക്കോളും. ഇവനെ നമുക്ക് ആവശ്യമുണ്ട്. ഇവൻ എന്തിട്ട് തരണേ? ഫ്ലെയിം 5 എമറാൾഡ്. ഇവൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഫുഡും കൂടി ഇടുന്ന് എടുക്കാം. ഇവിടെ മറ്റേ സംഭവമില്ല, ബ്ലാക്ക് സ്മിത്തോ.
അത് നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടും. പക്ഷേ ഇതിനകത്ത് ഇല്ല ഈ വില്ലേജിൽ. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി. ഈ വഴി കൂടെ തന്നെ നമ്മുടെ വീട്. അപ്പോൾ രാത്രിയാണ് നമുക്ക് കിടന്ന് ഉറങ്ങാം. നമുക്കിനി ഒരു ഫാം ഉണ്ടാക്കാം. നമുക്ക് വീറ്റൊക്കെ ഒന്ന് നടണം. നമുക്ക് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ലെതറിൻ്റെ ആവശ്യമുണ്ട്. എന്നാലും എൻചാൻ്റ് ഒക്കെ ചെയ്യണതിൻ്റെ പെട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെള്ളം എടുക്കാം. നോക്കി കണ്ടൊക്കെ ഇരുന്നോ, കൊണ്ടുപോകും ഞാൻ. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ വീറ്റ് ഫാം അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ നമുക്കിനി എടുക്കാം. എൻ്റെ പറയുക പറഞ്ഞേ. ഓ ഓ ഓ ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ വിറ്റങ്ങളിവിടെ കൂട്ടിയിലിട്ടിട്ട് നമുക്ക് അടുത്തത് നമുക്ക് ചിക്കൻ ഫാം ഉണ്ടാക്കാം. അടുത്ത എപ്പിസോഡിൽ വിറ്റങ്ങൾ നമുക്ക് അപ്പോഴേക്കൊക്കെ ഒന്ന് ബ്രീഡ് സെറ്റാക്കാം. ഇവിടെ മുട്ടയും കിട്ടും. പങ്കിടുക. അപ്പോൾ നമ്മൾ അവറ്റകളെ നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇനി വിറ്റകളെ നമുക്ക് ബ്രീഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. മുട്ട റിമൂവ് ചെയ്തിട്ട് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ പശുക്കളെ ഇടാനുള്ള കൂടുണ്ടാക്കണം ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ഫുള്ള് നമുക്ക് ക്ലിയർ ചെയ്യാം. കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫെൻസ് എല്ലാം വെക്കാം ഈ ഒരു ഭാഗം തൊട്ട്. ഒരെണ്ണം ആയിട്ടുണ്ട്. രണ്ടെണ്ണം ഇതും കൂടി ആവട്ടെ. ഇപ്പം 3 പശുക്കളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 3 പശുക്കളെയും ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിനും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 പെയറായി. ഇല്ലെങ്കിൽ ഇപ്പോൾ രണ്ടത്തിനും കൂടി ബ്രീഡ് ചെയ്താൽ മറ്റേ വിഷമമില്ലേ. അതുകൊണ്ട് നമ്മൾ ബ്രീഡ് ചെയ്യണില്ല. ഒരുത്തനെയും കൂടി അല്ലെങ്കിൽ ഒരുത്തിനും കൂടി കിട്ടിയിട്ട് കിട്ടി. ഇതിനെയും കൂടി കിട്ടിയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാം. ക്രീപ്പർ, ഒരു ക്രീപ്പർ പൊട്ടിയതിൻ്റെ വിഷമം മാറിയിട്ടില്ല. രണ്ടാമത്തെ ക്രീപ്പർ. അയ്യോ, ഞാൻ ആ ക്രീപ്പറിൻ്റെ വന്നു. അമ്മണിക്കുട്ടി പന്നകള്. നമ്മുടെ കോഴികൾ പറഞ്ഞ പണിയെടുക്കുന്നുണ്ട്. കിട്ടിയ മുട്ട ഒന്നും കിട്ടില്ല.
ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മളൊരു കൗവിൻ്റെ കുറച്ച് ഫാം ഉണ്ടാക്കി. ഇവിടെ കോഴികളെ കുറച്ച് കൊണ്ടുവന്നു. ഈ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കോഴീൻ്റെ ഒരു ഫാം ഉണ്ടാക്കും. ഫുഡിന് പിന്നെ അത്യാവശ്യം വരില്ല. ഈ പശുവിന് നമുക്ക് ലെതർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പശുവിൻ്റെ ഫാം ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത് നമ്മൾ വീറ്റിൻ്റെ ഫാം വീറ്റ് നമ്മൾ കുറച്ചും കൂടി നടും. നിലത്തൊക്കെ ആയിട്ട് കുറച്ചും കൂടി നമ്മൾ നടും. പിന്നെ ഷുഗർ കെയിൻ്റെ ഫാം ഉണ്ടാക്കും ഓട്ടോമാറ്റിക്. എപ്പിസോഡിൽ നമുക്ക് ആവായിരിക്കും. അത് ചിക്കനുമായി. ഇതിന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാം. ജനിച്ച് വന്നതിനെ പോലെ വെറുതെ വിടാം. ഈ മുട്ട എടുക്കാം. അതിനൊന്നും കിട്ടിയില്ല. അയ്യോ അയ്യോ അയ്യോ. ഓക്കെ, സമ്മതിച്ചില്ല പോവാൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.